ഏപ്രിൽ 8 രാത്രിയായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലോട്ട് പോകുന്നത്. 8-നാണ് ഞങ്ങളുടെ അടുത്ത് വരാൻ വേണ്ടി പറഞ്ഞത്. ഒരു ഉച്ചയാകുമ്പോൾ ഞങ്ങളുടെ അടുത്ത് വരാൻ പറഞ്ഞതാണ് കേട്ടോ. പക്ഷെ നമ്മൾ പോകുന്നത് രാത്രിയാണ്. വണ്ടിയിൽ കയറിയിരുന്നപ്പോൾ തന്നെ ICVP ഇറങ്ങിയിട്ട് വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ശരിക്കും ഹോസ്പിറ്റലിലോട്ടുള്ളൂ കേട്ടോ. അപ്പം പോയി റിസപ്ഷനിൽ സംസാരിച്ചപ്പോൾ തന്നെ ഞങ്ങളുടെ അടുത്ത് നേരെ ഒന്ന് ജസ്റ്റ് ചെക്ക് ചെയ്യാൻ വേണ്ടി പോകാൻ പറഞ്ഞിട്ടോ. അങ്ങനെ ഞാൻ ചെക്ക് ചെയ്യാൻ വേണ്ടി കയറി. അപ്പോൾ അതിനുശേഷം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി വരുമ്പം അഡ്മിഷൻ എടുക്കാൻ വേണ്ടി പോയി ഞാനും ICVPയും കൂടെ അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരുന്നു കേട്ടോ. ഈ ഒരു ഷോപ്പിൽ എപ്പോഴും ICVP വരും കേട്ടോ. എന്തെങ്കിലും ടോയ്സ് വാങ്ങാണ്ടാവും. എൻ്റെ കഴിഞ്ഞ ഈ ഒരു 8 മാസം ആയിട്ട് ഞാൻ എപ്പോൾ ഹോസ്പിറ്റലിൽ വന്നിട്ടുണ്ടെങ്കിലും ICVP കൂടെ വന്നിട്ട് ഈ ഒരു ഷോപ്പിലാണ് ആദ്യം കയറുക. എന്തെങ്കിലുമൊക്കെ ടോയ്സ് വാങ്ങിയിട്ട് കൈമ പിടിക്കും കേട്ടോ. അപ്പം നമ്മൾ ടോയ്സൊക്കെ വാങ്ങി ഇങ്ങനെ റെഡി ആയി നിൽക്കുമ്പോഴേക്കും അഡ്മിഷൻ എടുത്തോട്ട് അപ്പം സിസ്റ്റർ വന്ന് റൂം കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാനും ICVP നേരെ ആ റൂമിലോട്ട് പോയി. ഹൈസിൻ്റെ ഡെലിവറി ഇവിടെ നിന്ന് ആയിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു ആ റൂം എടുക്കാമെന്നാണ്. പക്ഷേ അത് അവൈലബിൾ അല്ല. അതൊരു സ്വീറ്റ് റൂം എന്നായിട്ട് അത് അടിപൊളി റൂമായിരുന്നു കേട്ടോ. അപ്പോൾ നമ്മൾ എന്തായാലും കിട്ടിയ റൂം എടുക്കാം, എന്നിട്ട് നമുക്ക് നോക്കിയിട്ട് മാറാമെന്നുള്ള രീതിയിൽ നമ്മൾ ഈ ഒരു റൂം എടുത്തു. പിന്നെ എനിക്ക് കഴിഞ്ഞ ഡെലിവറിനേക്കാളും ഈ ഡെലിവറിക്ക് എന്തൊക്കെയോ ടെൻഷനുണ്ട്, ഭയങ്കര ടെൻഷനുണ്ട്. ഫസ്റ്റ് കാര്യം ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ICVനെ ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൂടെ ഇരുന്നിട്ടൊക്കെ കളിച്ച് ഞാൻ താഴെ ഷോപ്പിൽ നിന്ന് വാങ്ങിയിട്ട് ഈ ഒരു കണ്ണ്. അപ്പോൾ ഇത് നമുക്ക് കളിക്കാമെന്ന് പറഞ്ഞാൽ എൻ്റെ കൂടെ വന്നിരിക്കുകയാണ്. അങ്ങനെ കുറച്ച് നേരം അവൻ്റെ കൂടെ സ്പെൻഡ് ചെയ്തപ്പോൾ തന്നെ മൈൻഡ് ഒരു റിലാക്സ് ആയിട്ടോ. അപ്പോഴേക്കും താഴേന്ന് ലഗേജും കാര്യങ്ങളൊക്കെ എടുത്ത് വന്ന് റെഡിയായി. പിന്നെ ഞാൻ ഉമ്മേനൊന്നും കൂട്ടാണ്ടാട്ടോ ഞങ്ങൾ വന്നിട്ടുള്ളത്. കാരണം വീട്ടിൽ നിന്ന് ഒരു 5 മിനിറ്റ് ഹോസ്പിറ്റലിലൊക്കെ പിന്നെ രാത്രി വെറുതെ ഇവിടെ വന്നിട്ട് ഇവർക്ക് മെൻ്റലിക്ക് കിടക്കാനൊന്നും കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് അവരെ കൂട്ടിയിട്ടില്ല. എന്തായാലും രാവിലെ ആയിരിക്കും നമ്മുടെ ഓപ്പറേഷൻ ഉണ്ടാവും. അപ്പം അത് നോക്കിയിട്ട് ടൈം എന്താണെന്ന് നോക്കിയിട്ട് അവരെ വിളിച്ചാൽ മതിയല്ലോ എന്നുള്ളതിൽ അവരെ കൂട്ടിയിട്ടില്ല കേട്ടോ. പിന്നെ പെട്ടെന്നായിരുന്നു നമ്മുടെ പാക്കിങ്ങും കാര്യങ്ങളൊക്കെ. ഈ ഒരു വലിയ ട്രോളിയും പിന്നെ ഈ ഒരു ബാഗുമായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. രണ്ടിലും കൂടെ നമ്മുടെ എല്ലാതും സെറ്റാക്കി വെച്ചിട്ടാണ് വന്നത്. പിന്നെ ഹോസ്പിറ്റലിലേക്കുള്ള പാത്രങ്ങൾ അങ്ങനത്തെ ഒന്നും എടുത്തിട്ടില്ല കേട്ടോ. അതൊക്കെ ഉമ്മ വരുമ്പോൾ കൊണ്ടുവരാമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് എന്താ പിന്നെ വേഗം കിടന്നുറങ്ങുന്ന പരിപാടി നോക്കാട്ടെ. സത്യം പറഞ്ഞാൽ ഉറക്കമൊന്നും ഉണ്ടാവില്ല. കാരണം എനിക്ക് രാവിലത്തെ ഈ ഒരു കാര്യം നമ്മൾ ടൂറിനൊക്കെ പോകുമ്പോൾ ഉണ്ടാവില്ലേ രാത്രി ഉറങ്ങാണ്ട് എന്താണെന്നുള്ളത്, അതേപോലെയാണ്. ഉറക്കമൊന്നുമില്ല. പിന്നെ എന്തായാലും കുറച്ച് നേരം കിടക്കാമെന്ന് വിചാരിച്ചിട്ടോ. ഒരു 5:30-6 മണിയാവാൻ നേരത്താണ് സിസ്റ്റർ വന്നിട്ട് ഡോറ് മുട്ടുന്നത് കേട്ടോ. പെട്ടെന്ന് റെഡിയാവാൻ വേണ്ടിയിട്ടൊക്കെ പറഞ്ഞു. അങ്ങനെ ഞാൻ നോക്കുമ്പോൾ ICU നല്ല ഉറക്കമാണ് കേട്ടോ. അപ്പോൾ എന്നാൽ പിന്നെ ഉറങ്ങിക്കോട്ടെ, ആരോ ഡിസ്റ്റർബ് ചെയ്യേണ്ടെന്ന് വിചാരിച്ചിട്ട് ഞാൻ പോയിട്ട് വേഗം ഒന്ന് ഫ്രഷ് ആവാൻ വേണ്ടി വിചാരിച്ച് എൻ്റെ അടുത്ത് പെട്ടെന്ന് തന്നെ ഫ്രഷ് ആവാൻ വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ പെട്ടെന്നായിരുന്നു തൊട്ട് തീരുമാനവും കാര്യങ്ങളൊക്കെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഞാൻ വേഗം ഉമ്മനെ വിളിച്ച് ഞാൻ ഫ്രഷ് ആയി വരുമ്പോഴേക്കും ഉമ്മയും അനിയനും എത്തിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോഴേക്കും ഹൈസി എഴുന്നേറ്റിട്ടോ. ഹൈസി കുറച്ച് ലേറ്റാവും സാധാരണ എണീക്കാൻ. പക്ഷേ ഇന്നെന്താണെന്ന് അറിയില്ല, ഹൈസി നേരത്തെ എഴുന്നേറ്റ് റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. ആളും ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടാണ് ഉള്ളത് സംഭവം. പക്ഷേ എനിക്ക് ഭയങ്കര ടെൻഷനും എന്തൊക്കെയോ ആണ് കേട്ടോ ഉള്ളിൽ. എന്തായാലും ഒരു 9 മണി ഒക്കെ ആവാൻ നേരത്താണ് എന്നെ തിയേറ്ററിലോട്ട് കൊണ്ടുപോകുന്നത്. പിന്നെ എനിക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാൻ വേണ്ടി തന്നു. ഞാൻ അതൊക്കെ ചേഞ്ച് ചെയ്തിട്ട് തിയേറ്ററിൽ കയറുന്നതിന് തൊട്ട് മുമ്പുള്ള വീഡിയോ ആണ് കേട്ടോ ഇത്. ICVP എനിക്ക് എടുത്തുതന്ന വീഡിയോ ആണിത്, ഈ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട്. അങ്ങനെ 10 കാലൊക്കെ ഡെലിവറി കഴിഞ്ഞു. മോളാണ്. അങ്ങനെ ICVPക്ക് ഒരു കുഞ്ഞ് അനിയത്തിനെ കിട്ടി കേട്ടോ. അപ്പം അനിയത്തിനെ നേരത്തെ കണ്ടല്ലോ. അപ്പോൾ എന്നെ കാണാൻ വേണ്ടിയിട്ട് വരുത്താണ് കേട്ടോ ഇത്. ഞാൻ ആകെ മരവിപ്പിലല്ലേ, എനിക്ക് ആകെ ബോധമൊക്കെ പോകാനായിട്ടുള്ള ഒരവസ്ഥയായിരുന്നു കേട്ടോ. പിന്നെ ഒരു ദിവസം മുഴുവനും നമ്മൾ ICUലായിരുന്നു. അതിന് ശേഷം ഉള്ള വീഡിയോ ആണിത്. അതിന് ശേഷം 24 hours നമ്മൾ ICUയിൽ കിടന്നതിന് ശേഷം പിറ്റേ ദിവസം മോർണിംഗ് ആണ് കേട്ടോ. ഒരു 10-12 മണിയാകുമ്പോഴാണ് ഞാൻ റൂമിലേക്ക് എത്തിയത്. അപ്പം ഓൾമോസ്റ്റ് ഇരട്ടെ ഞാൻ പോകുന്നത് പോലെ അല്ലായിരുന്നു. മുഖം വരുമ്പോൾ കുറച്ച് തടിച്ചിട്ടൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. കാരണം നമ്മൾ ICUലുള്ള ആ ഒരു തണുപ്പും ഒക്കെ നീരൊക്കെ വെച്ചു അങ്ങനെ എന്തൊക്കെയോ ആയിട്ടാണ് മുഖമൊക്കെ ഫേസൊക്കെ തടിച്ചിട്ടാണുള്ളത്. റൂമിലെത്തി ICUനൊക്കെ ഒന്ന് കണ്ട് ബേബീനൊക്കെ ഞാൻ ഇപ്പോഴാട്ടോ മുഖം പോലും കാണുന്നത്. എനിക്ക് കഴിഞ്ഞ പ്രാവശ്യത്തിനേക്കാളും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. എണീക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. അത്യാവശ്യം നല്ല രീതിക്ക് പെയിൻ ഉണ്ടായിരുന്നു കേട്ടോ. 2-3 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നു കേട്ടോ. ICVP ഭയങ്കര ഹാപ്പിയാണ്. ബേബി 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 എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കാട്ട്. കുഞ്ഞ് കരയുമ്പോഴേക്കും ICVP ഓടി വരും കേട്ടോ. ഒരു 3 ദിവസമാണ് നമ്മൾ ഹോസ്പിറ്റലിൽ നിൽക്കേണ്ടി വന്നത്. എനിക്ക് കഴിഞ്ഞ ഡെലിവറിനെ അപേക്ഷിച്ചിട്ട് ഈ ഒരു ഡെലിവറിയിൽ ഭയങ്കര പെയിൻ ആയിരുന്നു കേട്ടോ. സ്റ്റിച്ചൊക്കെ നല്ല വേദന ഉണ്ടായിരുന്നു, കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് അത്ര വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല. ഇതിപ്പോൾ ഇപ്രാവശ്യം എഴുന്നേറ്റ് നടക്കാനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ. അപ്പം 3 ദിവസം നമ്മൾ ഹോസ്പിറ്റലിൽ നിന്നതിന് ശേഷം നമ്മൾ ഡിസ്ചാർജ് ചെയ്ത് പോവുകയാണ് കേട്ടോ.
അപ്പം നമ്മുടെ ബേബീൻ്റെ ഫേസ് നമ്മൾ ഇതുവരെ കാണിച്ചിട്ടില്ല. സോ ഇതാണ് നമ്മുടെ കുഞ്ഞു ബേബി, ഹൈസിൻ്റെ കുഞ്ഞു ബേബി കേട്ടോ. ഇതാണ് മോള്. അപ്പം ഡിസ്ചാർജ് ചെയ്ത് നമ്മൾ പോവാണ് കേട്ടോ. നേരെ പോയത് തട്ടുകടയിലേക്കാണ് കേട്ടോ. കാരണം നമുക്ക് 2 ദിവസത്തേക്ക് അങ്ങനെ ഹെവി ഫുഡ് കാര്യങ്ങളൊന്നും കഴിക്കാൻ പറ്റില്ലായിരുന്നല്ലോ. അപ്പം ഞാൻ റൂമിലുള്ളപ്പോൾ ഇവർ നല്ല ബീഫൊക്കെ അടിച്ച് മിന്നിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാൻ ഡിസ്ചാർജ് ചെയ്ത് കഴിഞ്ഞ് എനിക്ക് വാങ്ങി തരാമെന്നാണ് കേട്ടോ പറഞ്ഞിട്ടുള്ളത്. നേരെ തട്ടുകടയിൽ പോയി നല്ല ബീഫും പുട്ടും വാങ്ങി നേരെ വീട്ടിലോട്ട് പോയി.